ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കാലത്തിന് ഒരു 5 മണിയപ്പോൾ കുഞ്ഞ് നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആമ്പല്ലൂർ നമ്മൾ ബസ്സൊക്കെ മാറി കയറി എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ട് 5:30 ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. ഞാൻ മാത്രമേ എത്താണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ശില്പേച്ചിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഭിസാറാണെങ്കിൽ കാലത്ത് തന്നെ ഫുൾ പവറിലാട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഡാൻസിലും കാര്യങ്ങളൊക്കെ. പിന്നെ പാലക്കാട് എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ബസ് കയറിയിട്ടുണ്ടായിരുന്നു. ചുരം കയറുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അഭിസാറും അനന്തും എല്ലാവരും നല്ല ഡാൻസിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നെ അവിടെ ഒക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. സംഭവം കാട്ടുചെടി പോലെയാണ്, പക്ഷെ എന്ത് രസാ കാണാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ കാണാൻ പോയിണ്ടായിരുന്ന ലേക്ക് കാണാനായിരുന്നു കേട്ടോ. അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു കായൽ തന്നെയാട്ടാ. നടക്കാനുണ്ട്, വയ്യാണ്ടാവും. അപ്പൊ അഭിസാറും അതുപോലെ തന്നെ അജീസാറും വൈഫും അങ്ങനെ എല്ലാവരും സൈക്കിളുമേയിരുന്നു കേട്ടോ. ഞങ്ങൾ നടക്കുക ചെയ്തത്. അങ്ങനെ പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടി നടന്ന് പകുതി എത്തിയപ്പോൾ എനിക്ക് വയ്യാണ്ടായിട്ടാക്കി. ഒന്നാമത്തെ അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊന്നും പറ്റുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനും ശില്പേച്ചി മാത്രം വഴി തെറ്റിയിട്ടാ. പെട്ടെന്നായിട്ട് ഇരുട്ടായത്. അപ്പൊ എല്ലാവരും അങ്ങ് ടെൻഷനായി. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബൈസണൊക്കെ വന്നുട്ടാ. ഞങ്ങളെന്ന് വെച്ചാൽ ചൂട് കൊള്ളാൻ വേണ്ടി പോയിട്ട് അങ്ങനെ ഒരു ചുട്ട ചോളൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെ ടെൻഷൻ മാറാൻ വേണ്ടി ഞങ്ങൾ ഹസ്കി ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് പോണേ. അപ്പൊ ഒക്കെ ബൈ.